രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് മത്സരങ്ങൾ ആരംഭിക്കാം. ആദ്യം പ്രശ്നോത്തര മത്സരം. ഇന്നലത്തെ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ അമൃത വിദ്യാലയം കൊയിലാണ്ടി, ടീം ബി ചിന്മയ വിദ്യാലയം കാട്ടാക്കട. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ചോദ്യം ഇതാണ്: അഭയം അപേക്ഷിച്ചു വരുന്നവനെ തിരസ്കരിച്ചാലുള്ള ദോഷം അതികഠിനമാണെന്ന സത്യം ആരുടെ വാക്കുകൾ ഉദ്ധരിച്ചാണ് ശ്രീരാമൻ സ്ഥാപിക്കുന്നത്? എ പാണ്ഡുവിന്റെ, ബി കണ്ടുവിന്റെ, സി മൃഗണ്ടുവിന്റെ, ഡി മാർക്കണ്ഡേയന്റെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി കണ്ടുവിന്റെ. ഓപ്ഷൻ ബി കണ്ടുവിന്റെ. ഗസ് ഏതാണോ? നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം മോളെ ഭാഗ്യമുണ്ട്, ശരിയാണ്. അടുത്ത ചോദ്യം ദേ വരുന്നു നിങ്ങൾക്ക്. ബിക്ക്. കടൽ കടന്ന് ലങ്കയിലെത്തിയ വാനര സൈന്യത്തിന്റെ ശക്തി നിരീക്ഷിച്ചു മനസ്സിലാക്കാൻ രാവണൻ അയച്ച ചാരന്മാർ ആരെല്ലാമാണ്? എ ശുഗസാരണന്മാർ, ബി സുപ്തഗ്നനും യജ്ഞഗ്നനും, സി ധൂമ്രാക്ഷനും ദുർമുഖനും, ഡി മൈന്ദനും വിവിധനും. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ശുഗസാരണന്മാർ. ഓപ്ഷൻ എ ശുഗസാരണന്മാർ. ഉറപ്പാണോ? ഞാൻ ലോക്ക് ചെയ്യട്ടെ. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ഓക്കെ, അടുത്ത ചോദ്യം ടീം എയോടാണ്. ചോദ്യം ഇതാണ്: യുദ്ധഭൂമിയിൽ ആദ്യ തവണ ശ്രീരാമനെ അഭിമുഖീകരിച്ച് തിരിച്ചു വന്ന രാവണൻ ഉടൻ നൽകിയ കൽപ്പന എന്താണ്? എ രാമവധത്തിനുള്ള പൂജ ആരംഭിക്കാൻ, ബി സീതയെ ആക്രമിച്ച് നശിപ്പിക്കാൻ, സി കുംഭകർണനെ ഉണർത്താൻ, ഡി ഒളിപ്പോർ ആരംഭിക്കാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി കുംഭകർണനെ ഉണർത്താൻ. ഓപ്ഷൻ സി കുംഭകർണനെ ഉണർത്താൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ഭാഗ്യം കൊണ്ട് ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: ഏതൊരു സംഭവത്തിനും കാരണമായിട്ടുള്ളത് എന്താണ് എന്നാണ് മഹോദരൻ കുംഭകർണനോട് പറയുന്നത്? എ ധർമ്മം, ബി കർമ്മം, സി കാരുണ്യം, ഡി ചാബല്യം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുത്തശ്ശിയോട് ചോദിക്കും. മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ, ഇവര് പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇവർക്ക് അറിയില്ല എങ്കിൽ മുത്തശ്ശിയെ വിളിക്കും എന്നൊക്കെ? ഇപ്പൊ ചോദിച്ച ഉത്തരം അവർക്ക് അറിയില്ല. അപ്പൊ അവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചോദിച്ചോ മോളൂ. മുത്തശ്ശി, ഇതാണ് ചോദ്യം. ഏതൊരു സംഭവത്തിനും കാരണമായിട്ടുള്ളത് എന്താണ് എന്നാണ് മഹോദരൻ കുംഭകർണനോട് പറയുന്നത്? ഓപ്ഷൻ എ ധർമ്മം, ബി കർമ്മം, ഓപ്ഷൻ സി കാരുണ്യം, ഓപ്ഷൻ ഡി ചാബല്യം. നമ്മുടെ കർമ്മം തന്നെയാണ് മോളെ. താങ്ക് യു മുത്തശ്ശി. ലോക്ക് ചെയ്യുന്നു. ബി കർമ്മം. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു മുത്തശ്ശി ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. രാവണപുത്രനായ അതികായനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് അതികായനെ വധിക്കുന്നത്? എ വായവ്യാസ്ത്രം, ബി ആഗ്നേയാസ്ത്രം, സി ബ്രഹ്മാസ്ത്രം, ഡി ഇന്ദ്രാസ്ത്രം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ആഗ്നേയാസ്ത്രം. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്തു. ബി ആഗ്നേയാസ്ത്രം. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം തെറ്റാണ്. ഉത്തരം ശരിയായിട്ട് പറഞ്ഞില്ല. അപ്പൊ ചോദ്യം അങ്ങോട്ട് കൈമാറുകയാണ്. ടീം ബിയോടാണ് ക്വസ്റ്റ്യൻ. രാവണപുത്രനായ അതികായനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് അതികായനെ വധിക്കുന്നത്? എ വായവ്യാസ്ത്രം, സി ബ്രഹ്മാസ്ത്രം, ഡി ഇന്ദ്രാസ്ത്രം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി ഇന്ദ്രാസ്ത്രം. ഓപ്ഷൻ ഡി ഇന്ദ്രാസ്ത്രം. നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം തെറ്റാണ്. അപ്പൊ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം ബ്രഹ്മാസ്ത്രമാണ്.
അടുത്ത ചോദ്യം ടീം ബിയോട് തന്നെയാണ്. താൻ വിജയിയായി വന്നിരിക്കുന്ന വിവരം അയോധ്യയിലെത്തി ഭരതനെ അറിയിക്കാനും ഭരതന്റെ ഭാവം നിരീക്ഷിക്കാനുമായി ശ്രീരാമൻ നിയോഗിക്കുന്നത് ആരെയാണ്? എ വിഭീഷണനെ, ബി സുഗ്രീവനെ, സി അംഗദനെ, ഡി ഹനുമാനെ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ഡി ഹനുമാന്. പെട്ടെന്ന് പറഞ്ഞല്ലോ, ഓപ്ഷൻ ഡി ഹനുമാനെ ലോക്ക് ചെയ്തു. നമുക്ക് നോക്കാം ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. ടീം എ ഇന്ന് നേടിയിരിക്കുന്നത് 4 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി കിട്ടിയിരിക്കുന്നത് 5 മാർക്കാണ്. ടീം ബി നേടിയിരിക്കുന്നത് 6 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി 13 മാർക്ക്. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. ഇന്നലത്തെ അതേ സ്കൂളുകൾ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം എ അമൃത വിദ്യാലയം കൊയിലാണ്ടി, ടീം ബി ചിന്മയ വിദ്യാലയം കാട്ടാക്കട. ഇന്നലെ കുറച്ചൊന്ന് പതറി ഒക്കെ പോയി, ഇന്ന് അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു, പത്നിയെയും വാമഭാഗേ വിനിവേശ്യ, വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമങ്ങന്യൂന ശോഭം, ജപിച്ചാർ മറകളും നക്തഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ. രാവണവധത്തിന് ശേഷം വിഭീഷണനെ ലങ്കയിലെ രാജാവായി അഭിഷേകം ചെയ്തു. അതിനുശേഷം ശ്രീരാമാദികൾ അയോധ്യയിലെത്തി. അവിടെ രാമാഭിഷേകം ചെയ്യുന്നതാണ് സന്ദർഭം. ശ്രീരാമനെയും സീതാദേവിയെയും രത്നസിംഹാസനത്തിലിരുത്തി അഭിഷേകം ചെയ്യാൻ തയ്യാറായി. ഇവിടെ വാനരന്മാരും സുഗ്രീവനും മറ്റെല്ലാവരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ട എല്ലാവിധ വസ്തുക്കളും എല്ലാവിധ സാധനങ്ങളും അവിടെ എത്തിച്ചിരിക്കുന്നു. വാത്മീകി, വസിഷ്ഠൻ, വാമദേവൻ, ജാബാലി, ഗൗതമൻ, പിന്നെ മറ്റു ബ്രാഹ്മണ ശ്രേഷ്ഠരോടുകൂടി ദാശരഥി, അതായത് സീതാദേവിയെയും ശ്രീരാമദേവനെ അഭിഷേകം ചെയ്തു. 1008 പൊന്നിൻ കലശങ്ങൾ ഉണ്ടായിരുന്നു അവിടെ. ജപിച്ച വേദങ്ങളും, അവിടെ കുറെ വേദങ്ങൾ ജപിക്കുന്നുണ്ടായിരുന്നു. നക്തഞ്ചരേന്ദ്രൻ, അതായത് വിഭീഷണനും ഹനുമാനും ചേർന്നു രത്നദണ്ഡം പൂണ്ട ചാമരം വീശിക്കൊടുത്തു. ശ്രീകുമാർ സർ നന്നായിട്ട് ചൊല്ലി മോളെ. ആ ദാശരഥിക്ക് അഭിഷേക അടുപ്പിച്ച് വരുന്ന ചില സാധനങ്ങളാണ്, അത് മാത്രം ഒന്ന് ക്ലിയർ ആയാൽ നന്നായിരുന്നു. രത്നസിംഹാസനെ രാമനെയും ചേർത്തു, പത്നിയെയും വാമഭാഗേ വിനിവേശ്യ, വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു. കുറച്ച് ഒരു എന്താ പറയുക, മാറ്റർ ഓഫ് ഫാക്റ്റ് ആയിട്ട് ആ എഴുതി വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞ്, അത് കൂടാതെ അതിൻ്റെ സന്ദർഭം കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിനെ. കുറച്ച് യുണീക്കായിട്ട് തോന്നി എനിക്ക് ഈ ചൊല്ലിയ രീതി. നന്നായിരുന്നു. ഇയാൾ കുറേ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. താങ്ക് യു സർ. രാഹുൽ ജി രണ്ടുപേരും മോള് വളരെ സാർ പറഞ്ഞ പോലെ ഒരു യുണീക്കായിട്ടൊരു സ്പെഷ്യാലിറ്റിയോടെ ആ ടോൺ നന്നായി ചൊല്ലി, കാര്യം നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു. അധികം പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ മോൾ നന്നായി പറഞ്ഞു. കുറച്ചുകൂടെ സ്വന്തം കയ്യിൽ നിന്ന് ആ ഡെക്കറേഷൻ ആകാം. കാര്യമായി നന്നായി പ്രസന്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സർ 6 out of 10. 10ൽ 6. 6 out of 10. ടീം എ നേടിയിരിക്കുന്നത് 18 മാർക്കാണ്. അടുത്തത് ടീം ബിയുടെ കാവ്യമാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. ലങ്കേശ നിഗ്രഹാർത്ഥം
വിപിനത്തിൽ നിന്നെങ്കലാരോപിതയാകിയ ദേവിയേ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക സങ്കടം തീർന്നു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുഹാക്ഷനും ജാനകീ ദേവിയെ സ്വാങ്കേ സമാവേശ്യ ശോഭിച്ചിതേറ്റവും അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ യുദ്ധകാണ്ഡത്തിലെ സീതാ സ്വീകാരം എന്ന ഭാഗത്തിലെ വരികളാണ് ഇപ്പോൾ ഇവിടെ ആലപിച്ചു കേട്ടത്. അഗ്നി പരീക്ഷയ്ക്കു ശേഷം അഗ്നിദേവൻ സീതാദേവിയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ശ്രീരാമദേവനെ ഏൽപ്പിക്കുന്നു. ലങ്കേശ നിഗ്രഹാർത്ഥം ലോകങ്ങൾക്ക് മുക്തി ലഭിച്ചുവെന്നും അഗ്നിദേവൻ പറയുന്നു. മാത്രമല്ല, രാവണന്റെ നിഗ്രഹാർത്ഥം കാനനത്തിൽ വച്ച് സീതാദേവിയെ അഗ്നിയിൽ ആരോപിച്ചു. അതിനുശേഷം രാവണ നിഗ്രഹം കഴിഞ്ഞു. ആ രാവണ നിഗ്രഹത്തിൽ ലോകത്തിന് മുക്തി ലഭിച്ചു. അതുകൊണ്ട് തന്നെ ജഗദാശ്രയഭൂതയും ആശ്രിത വത്സലയുമായ സീതാദേവിയെ സംശയം ലേശം പോലുമില്ലാതെ അങ്ങ് സ്വീകരിച്ചാലുമെന്ന് അഗ്നിദേവൻ ശ്രീരാമനോട് പറയുന്നു. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം അഗ്നിദേവൻ സീതാദേവിയെ ശ്രീരാമനെ ഏൽപ്പിക്കുന്നു. ഭഗവാൻ ശ്രീരാമൻ ആദരവോടെ സീതാദേവിയെ തന്റെ അംഗതലത്തിൽ ഇരുത്തുന്നു. എന്നിട്ട് സന്തോഷത്തോടെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. ദുഷ്ടനിഗ്രഹവും ശിഷ്ട സംരക്ഷണവും എന്ന അവതാരോദ്ദേശ്യം നിറവേറ്റിയ ശ്രീരാമൻ ലോകത്തിന്റെ സന്തോഷം കണ്ട് സ്വയം സന്തോഷിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നമുക്കൊരു പാഠം ലഭിക്കുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കർമ്മം എന്താണോ അത് ചെയ്ത് നമുക്ക് സന്തോഷം ഉണ്ടാവുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് ആ കർമ്മത്തെ കൊണ്ടുണ്ടായ സന്തോഷം അത് കാണുന്നതിലാണ് നമ്മുടെ സന്തോഷം. നമ്മള് സ്വധർമ്മം അഭിജാപേക്ഷ്യ നവികമ്പിതുമർഹതി. അവനവൻ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷത്തേക്കാൾ അവനവൻ ചെയ്ത കർമ്മത്തിലും മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുന്നത്. അതൊരു അടിപൊളി വരിയായി പോയാൽ നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ വളരെ നന്നായി ചൊല്ലിയത് അസലായിട്ട് ചൊല്ലി. വിപിനത്തിൽ നിന്ന് എങ്കൽ ആരോപിതയാകിയ ദേവിയെ എന്ന് ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ല, വിപിനത്തിങ്കൽ നിന്നെങ്കൽ എന്നൊന്ന് നിർത്തി അവിടെ. ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. കുഴപ്പമില്ല, അത് തെറ്റല്ല പറഞ്ഞു. ഇത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് നല്ലപോലെ ചൊല്ലുന്ന ഒരാളായതുകൊണ്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്കോപ്പ് പറഞ്ഞേ ഉള്ളൂ. കുറ്റം പറഞ്ഞതല്ല, നല്ലപോലെ ചൊല്ലി എന്ന് ആദ്യം പറഞ്ഞു. തെറ്റായിട്ടും അല്ല, ഇത് തെറ്റായിട്ട് എടുക്കണ്ട, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭംഗിയായിട്ട് ചൊല്ലി. എക്സെപ്ഷണലി ഗുഡ്, വളരെ നല്ല. രണ്ടുപേരും വളരെ ഹൈ ക്വാളിറ്റിയിൽ ചെയ്തു. നല്ല എക്സ്പ്ലനേഷൻ, നല്ല ഡിക്ഷൻ ആൻഡ് പ്രൊനൗൺസിയേഷൻ. പക്ഷേ ഇന്നലത്തെ ഒരു ലേണിംഗ് ഉണ്ടായില്ല. എന്താ ലേണിംഗ് ഉണ്ടാകാത്തതെന്ന് പറയാം? ഇന്നലെ ചൂണ്ടിക്കാണിച്ച ഒരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻ്റ് ഇന്ന് മോൾക്ക് ഐ കോണ്ടാക്ട്. ആ ബാക്കിയുള്ളവരെയും ഫേസ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് വേണം. അതിന് കുറച്ചുകൂടെ ഐ കോണ്ടാക്ട് സ്പ്രെഡ് ചെയ്യണം. നന്നായി. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സർ 7 out of 10. കമലേഷൻ സർ 8 out of 10. 7 out of 10. ടീം ബി നേടിയിരിക്കുന്നത് 22 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് 36 മാർക്കാണ്. ഇന്നലെയും ഇന്നുമായി ടീം ബി നേടിയിരിക്കുന്നത് 43 മാർക്കാണ്. സമയം വൈകുന്നല്ലോ മഹാമന്ത്രി. അക്ഷകുമാരനെ പോലെ
മേഘനാഥനും? ആശങ്ക വേണ്ട മഹാരാജൻ. അക്ഷകുമാരനല്ല മേഘനാഥൻ. ഇന്ദ്രജിത്തായ മേഘനാഥന് ജയിച്ചേ ശീലമുള്ളൂ. ജയിക്കാതെ മടങ്ങാനോ തോൽക്കാനോ കുമാരനാവില്ല മഹാരാജൻ. അച്ഛാ, അങ്ങയുടെ ഉപവനം തകർത്ത വാനര കീടം ഇതാ. ഞാനിവനെ ബ്രഹ്മാസ്ത്രത്താൽ ബന്ധിച്ചു. നന്നായി കുമാരാ, നീ ലങ്കയുടെ അഭിമാനം കാത്തു. മന്ത്രിപ്രമുഖ പ്രഹസ്ത, ചോദിക്കൂ, എന്റെ നഗരത്തിൽ വന്നതുകൊണ്ട് ഈ വാനരൻ എന്ത് പ്രയോജനം? രാവണന്റെ ഉപവനം നശിപ്പിച്ചതിൽ എന്ത് പ്രയോജനം? ഹേ വാനര, പറയൂ, ആരയച്ചിട്ട് വന്നു നീ? ഇന്ദ്രനോ യമനോ? സത്യം പറഞ്ഞാൽ നിനക്ക് രക്ഷയുണ്ട്, അല്ലെങ്കിൽ ഇല്ല, ഈ പറഞ്ഞാരെയും എനിക്കറിയില്ല. ഞാൻ കേവലം ഒരു വാനരൻ. ലിംഗാധിപനെ കാണാനുള്ള വഴിയായി ഉപവനം തകർത്തു. ആക്രമിച്ചു വന്ന രാക്ഷസരെ എന്റെ ദേഹരക്ഷാർത്ഥം വധിച്ചു. നീ എന്തിനിവിടെ വന്നു? അതാദ്യം പറയ്. ഞാൻ വന്നത് രാമകാര്യാർത്ഥമാണ്. പുത്രധർമ്മത്തെ പാലിക്കാനായി വനവാസത്തിന് പുറപ്പെട്ട ശ്രീരാമദേവൻ അപഹൃതയായ അവിടുത്തെ ധർമ്മപത്നിയെ തിരഞ്ഞെത്തിയതാണ് ഞാൻ, വായുപുത്രൻ ഹനുമാൻ. ഇവിടെ ആ ഉപവനത്തിൽ ഞാൻ ദേവിയെ കണ്ടെത്തി. സീതയെ കണ്ടെത്തിയിട്ട് നീ വാനരന്റെ സഹജ സ്വഭാവം കാണിച്ചു. സ്വർഗീയ ഉദ്യാനത്തെ വെല്ലുന്ന എന്റെ ഉപവനം തകർത്തു. തീർന്നില്ലേ നിന്റെ പരാക്രമം? ഇല്ല ലങ്കേശ്വര, ഹനുമാന്റെ പരാക്രമം അവസാനിച്ചിട്ടില്ല. ഇനിയും പലതും ബാക്കിയുണ്ട്. പക്ഷേ അതൊക്കെ ശ്രീരാമദേവിന് വേണ്ടി അടക്കി വെക്കുന്നു. രാക്ഷസാധിപ, അങ്ങേ നിസ്സാരമായി വാലിൽ വരിഞ്ഞു കെട്ടി 4 സമുദ്രങ്ങളും ചാടിക്കടന്ന സർവശക്തനായ ബാലിയെ ഒരൊറ്റ ബാണത്തിന് വധിച്ചയാളാണ് ശ്രീരാമസ്വാമി. അങ്ങേക്കിനിയും സമയമുണ്ട്. സർവനാശം ഒഴിവാക്കാൻ ലിംഗാധിപന് മനസ്സ് വയ്ക്കാം. സീതാദേവിയെ മടക്കി നൽകാം. കിടമേ, എനിക്ക് കീഴടങ്ങി എന്റെ ബന്ധനത്തിൽ നിൽക്കുമ്പോഴും ഇവന്റെ അഹങ്കാരത്തിന് കുറവില്ലല്ലോ അച്ഛാ. നികൃഷ്ട വാനര, രാവണന് വെല്ലുവിളിച്ചാണ് ശീലം. വെല്ലുവിളിക്കപ്പെട്ട ചരിത്രമില്ല. ആക്രമിച്ചാണ് ശീലം. പ്രതിരോധം പതിവില്ല. ജയമാണ് പഥ്യം, തോൽവി അറിയില്ല. ദേവദാനവ യക്ഷ കിന്നര രാക്ഷസ വൃന്ദങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിക്കൂ. അറിയാനാകും വിജയിയായ രാവണനെ. അതിനൊക്കെ അപ്പുറം നിന്റെ ഈ രാമൻ എന്താണ് പുതുമ? മനുഷ്യ പുഴു. രാവണൻ മോഹിച്ചതൊക്കെ ഈ ലങ്കയിലുണ്ട്, ഉണ്ടാവും. അതിൽ സീതയും. ലങ്കാധിപ, അങ്ങ് മോഹിച്ച എല്ലാ സ്ത്രീകളെയും നേടിയിരിക്കാം. അവർ ലങ്കയിൽ വന്നടങ്ങിയിരിക്കാം. പക്ഷേ സീതാദേവി അതിൽ എണ്ണം ചേർക്കരുത്. ലങ്കയുടെ നാശം സ്ത്രീരൂപമെടുത്ത് വന്നതാണവർ. അതങ്ങയുടെ കഴുത്തിൽ ചുറ്റിയ കാലപാശമാണ്. അത് മനസ്സിലാക്കൂ. ആത്മനാശവും ഈ ലങ്കയുടെ നാശവും ഇരന്ന് വാങ്ങാതിരിക്കൂ. സീതാദേവിയെ രാമദേവന് നൽകി മാപ്പ് പറഞ്ഞ് ലങ്കയെ രക്ഷിക്കൂ. ഇന്ദ്രാദികളായ മഹാവീരന്മാരുടെ തീക്ഷ്ണായുധങ്ങൾക്ക് ശമിപ്പിക്കാനാകാത്തതാണ് രാവണന്റെ വീര്യം. ആ വീര്യം നിന്റെ കാമ്പില്ലാത്ത വാക്കുകളിൽ എങ്ങനെ തളരും? പ്രപഞ്ച ജേതാവാണ് രാവണൻ. ഈ രാവണന് മുന്നിൽ നിന്റെ രാമൻ വെറും പുഴു, മനുഷ്യ പുഴു. കൊണ്ടുപോകൂ. ഈ നികൃഷ്ട വാനരനെ വധിച്ചു കളയാൻ നാം കൽപ്പിക്കുന്നു. മഹാരാജൻ, വികാരത്തിന് കീഴടങ്ങരുതേ. ദയവായി രാജ്യധർമ്മം അനുഷ്ഠിച്ചാലും. വിഭീഷണ, എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്തായാലും പറയൂ. ദൂതന് വിധിച്ച ശിക്ഷയെക്കുറിച്ചാണ് പ്രഭു ഞാൻ പറയുന്നത്. ദൂതന് മരണശിക്ഷ രാജോചിതമല്ല പ്രഭു. വിഭീഷണ, പാപികളെ വധിക്കുന്നത് നിന്ദ്യമല്ല. ലങ്കയ്ക്ക് ദ്രോഹം ചെയ്ത ഈ വാനരന്
മരണശിക്ഷ തന്നെയാണ് ഉചിതം. അരുത് മഹാരാജൻ, ദൂതന് വൈരൂപ്യം വരുത്താം, തല മുണ്ടനം ചെയ്യാം. വധം അത് ഉചിതമല്ല മഹാരാജൻ. ദൂതവധം കേട്ടിട്ട് തന്നെയില്ല. ശരി, വിഭീഷണന്റെ വാദം നാം സ്വീകരിക്കുന്നു. വധിക്കുന്നില്ല, പകരം വാനരന്റെ ശൗര്യം വാലിലല്ലേ? ഇവന്റെ വാല് ദയിപ്പിക്കട്ടെ. കത്തിക്കരിഞ്ഞ വാലോടെ ഇവനെ ലങ്കാനഗരത്തിലാകമാനം എഴുന്നള്ളിക്കട്ടെ. ചിന്മയ വിദ്യാലയം കാട്ടാക്കട അല്ലേ? നന്നായിരുന്നു. എല്ലാവരുടെ പെർഫോമൻസും വളരെ നന്നായിരുന്നു. നമുക്ക് പരിചയപ്പെടാം. പേര് പറയുമോനോ? വൈജയൻ ദച്ചസ് 9th പഠിക്കുന്നു, ചിന്മയ വിദ്യാലയ കാട്ടാക്കട. നിമിഷ് രാജഗോപാൽ. അർജുനസ് നായർ 9th. അശ്വിൻ വിനോദ് 9th. പിന്നെ വെസ്ബി 9th. ഗോപാലകൃഷ്ണൻ സർ. എന്നെങ്കിലും ശ്രീലങ്കൻ ഗവൺമെൻറ് പഴയ രാവണ, കുംഭകർണ, വിഭീഷണ, ഹനുമാൻ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊരു മ്യൂസിയം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ 5 പേരെ അവിടെ പിടിച്ചിരുത്തിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അത്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വിവരണാതീതം വളരെ നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. രാവണൻ അതിഗംഭീരം. രാവണൻ്റെ ഡയലോഗ് റെൻഡറിങ്ങും അഭിനയം പ്രത്യേകിച്ച്. കാരണം ഈ ഒരു സന്ദർഭത്തിൽ, അതായത് പിന്നെ ഹനുമാൻ പറയുന്നുണ്ട് 4 സമുദ്രങ്ങളിൽ ചാടിക്കിടന്ന സർവശക്തനായ ബാലിയെ ഒരൊറ്റ ബാണത്തിന് വധിച്ച എന്ന് പറയുന്ന ഭാഗത്ത് രാവണൻ്റെ മനസ്സിലൊരു ഭീതി, വന്നിരിക്കുന്ന രാമനെ പറ്റി നമ്മളെ കൊല്ലാൻ പ്രാപ്തനാണ് എന്നുള്ളൊരു തോന്നൽ ആ കണ്ണിൽ വന്ന അഭിനയം വളരെ നന്നായിരുന്നു. ഹനുമാനും ഒക്കെ തന്നെ എല്ലാവരും അതിനെ സഹായിച്ചു. ആ ഒരു അവരുടെ റോളുകൾ ഇതിനകത്ത് ലൈവായിട്ട് കീബോർഡ് വായിച്ച ഒരു കൊച്ചു മിടുക്കനുണ്ട്. അത് ലൈവായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അനിൽ മോഹൻ 9th-ലാണ്. വളരെ തീരെ കൊച്ചുകുട്ടിയാണ്. നല്ലൊരു അതിനൊരു എന്താ പറയണ്ടേ, ഇതാണ് അതിൻ്റെ ജീവൻ. അതെല്ലാവരും അത് മനസ്സിലാക്കി ചെയ്തതിൽ വളരെ നല്ലൊരു എന്താണ് പറയുക, നമ്മുടെ ഒരു അപ്രീസിയേഷൻ. നന്നായിരുന്നു, നല്ല പെർഫോമൻസ്. ശരിക്കും ഒരു ലങ്ക കണ്ട ഫീലിംഗ് ആയി. എല്ലാവരുടെയും നല്ല ഡ്രസ്സ്, നല്ല പെർഫോമൻസ്. രാവണൻ്റെ എടുത്തു പറയേണ്ടത്, രാവണൻ ശരിക്കും അഭിനയിച്ചത് സൗണ്ടിലൂടെയാണ്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഐ ഫോർ ഡീറ്റെയിൽസ് വളരെ നന്നായിരുന്നു. ഓവറോൾ എക്സലന്റ് പെർഫോമൻസ്. താങ്ക് യു സർ. നമുക്ക് മാർക്സിലോട്ട് പോകാം. ശ്രീകുമാർ സർ. 16 out of 20. ഗോപാലകൃഷ്ണൻ സർ. 16 out of 20. ഈശോജി. 17 out of 20. 49 മാർക്കാണ് നേടിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.